അപ്പോൾ സോപ്പ് സ്റ്റുഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്നും നമ്മൾ സോപ്പല്ല ഉണ്ടാക്കുന്നത്, ഇന്ന് നമ്മൾ അലോവേരയുടെ ജെല്ലാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ അലോവേരയുടെ ജെല്ല് നല്ല കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക, കടയിൽ നിന്ന് കിട്ടുന്ന മാതിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അതേപോലെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക, അതെങ്ങനെയാണ് നിങ്ങൾക്ക് അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോപ്പ് മാത്രമല്ല വേറെ കുറേ വീഡിയോകളൊക്കെ നമ്മൾ വരും, അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, അതൊക്കെ സർപ്രൈസ് ആയിട്ട് കിട്ടെ. പിന്നെ നമ്മുടെ അലോവേര നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല മോയ്സ്ചറൈസിങ് ഒക്കെ ചെയ്യുന്ന ഒരു വസ്തു എല്ലാവർക്കും അറിയാം, ഞാൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുടിക്കൊക്കെ നല്ലതാണ്, മുഖത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു അലോവേരയുടെ ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, എന്നിട്ടൊക്കെ എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അലോവേരയുടെ ജെല്ല് ഉണ്ടാക്കണേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടന്നാലോ. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ നല്ല അലോവേര എടുക്കുക. ഓക്കെ, അലോവേര എടുത്തിട്ട് നമ്മൾ നല്ല ഫ്രഷ് അലോവേര എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ നേരം നമ്മളതിൻ്റെ ഒരു കറിയുണ്ട് അത് പോകാനായിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര അലർജിയുള്ള വസ്തുവാണ്. അതുകൊണ്ട് അത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ജെല്ലെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സൈഡിലുള്ള മുള്ളുകളില്ലേ, അത് ആദ്യം റിമൂവ് ചെയ്ത് കളയുക കേട്ടോ. ഇതിങ്ങനെ റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. നല്ല കനുള്ള അലോവേര അതിലോട് എടുത്തോളൂ കേട്ടോ. നല്ല കട്ടിയുള്ള അലോവേര എടുത്തോളൂ കേട്ടോ, എന്നാലും നമുക്ക് അതിൻ്റെ ജെല്ല് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അലോവേര നമ്മൾ സോപ്പ് ഉണ്ടാക്കി, അലോവേര ഓയിലുണ്ടാക്കി, ഇനി നമ്മൾ അലോവേര ജെല്ല് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറെ വേറെ അടിപൊളി വീഡിയോകൾ വരുന്നുണ്ട് പിന്നാലെ, സോപ്പിൻ്റെ മാത്രമല്ല കുറേ വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു തണുത്ത വെള്ളത്തിലേക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. കണ്ടാ, ഇതിൻ്റെ പശ പോണ വരെ നമ്മൾ നന്നായി കഴുകിയെടുക്കണം കേട്ടോ. നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ കണ്ടില്ലേ, നന്നായി ഈ പശ ഉണ്ട് കേട്ടോ. പശ കഴുകി കളയണം, നന്നായി തണുത്ത വെള്ളത്തിൽ കഴുകിക്കോളൂ കേട്ടോ. അപ്പോൾ വേഗം ക്ലീൻ ആവുള്ളൂ. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി. നന്നായിട്ട് കൈ കൊണ്ട് റബ്ബ് ചെയ്ത് കഴുകാം കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആവും. എന്നിട്ട് ആ ജെല്ല് നമ്മളെന്ത് ചെയ്യുക, മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ജ്യൂസ് നന്നായി അരിച്ചെടുക്കുക കേട്ടോ. ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഒരു തുണി അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തോളാം. നല്ല ക്ലിയർ ജെല്ല് കിട്ടുള്ളൂ കേട്ടോ. കണ്ടത് കണ്ട നല്ല കട്ടിയുള്ള എടുത്തോളൂ കേട്ടോ. അതുപോലെ ഇനി കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് നമുക്ക് ഞാൻ ജ്യൂസ് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നന്നായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ പശ പോകണ വരെ കഴുകിയെടുക്കണം കേട്ടോ. ഇത് കേട്ടോ, ഇതിങ്ങനെ ഉരച്ച് കഴുകുക കൈ കൊണ്ട്. അങ്ങനെ എല്ലാതും കഴുകിയിട്ട് അതിനെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പശയൊക്കെ പൊക്കോളും. കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കണ്ട. അപ്പോൾ അതിൻ്റെ പശപ്പൊക്കെ പോയിട്ടുണ്ട്. ഒരു 4-5 പ്രാവശ്യം കഴുകിക്കോട്ടെ, എന്നാലും അതിൻ്റെ പശയൊക്കെ പോവുള്ളൂ. കണ്ട നല്ല ക്ലീൻ അതിൻ്റെ. ഇപ്പോൾ ഇനി നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. ഇതിങ്ങനെ ഇതിൻ്റെ തൊണ്ട് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. 2 ടീസ്പൂൺ കൊണ്ട് ഞരണ്ടി എടുത്താലും മതിയിട്ടാ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെ എടുക്കുക. ജെല്ലൊക്കെ നമ്മളെല്ലാത്തിൻ്റെയും ജെല്ലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്നുകൂടി കഴുകുക. എന്നിട്ട് അത് ജ്യൂസ് അടിച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോഴേ നമ്മളായിരിക്കും ഇത് കറ്റാർവാഴ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 300 മില്ലി ഉണ്ട്. ഒരു 3 തണ്ട് കേട്ടോ കറ്റാർവാഴ. 300 മില്ലി ആയിരിക്കും. നമ്മളൊരു എസ്താങ്കം എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഫുഡ് പ്രോഡക്റ്റ് വസ്തുവാണ്, കേക്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂണിൻ്റെ മേലെ അത് യൂസ് ചെയ്യുന്നുണ്ട്. 300 ഗ്രാമിന് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കുക. അത് വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. 2 ടീസ്പൂണ് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലർ ജെലാറ്റിന ഉപയോഗിക്കാറ്, ഞാനിത് ഫുഡ് പ്രോഡക്റ്റാണ്, അപ്പോൾ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഒരു മാസത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കേടാണ്ടിരുന്നോളൂ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് നമ്മൾ കെമിക്കലുകളും ചേർക്കുന്നില്ല. ഓക്കെ, നമ്മളതിൽ ഒരു 4 തുള്ളി വൈറ്റമിൻ ഇ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല മോയ്സ്ചറൈസിങ് നൽകുന്നതാണ്. ഒരു 4 തുള്ളി ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഒരു 2 തുള്ളി നമ്മുടെ ഗ്രീൻ ചേർക്കുന്നുണ്ട്, നമ്മുടെ കറ്റാർവാഴയല്ലേ. അപ്പോൾ 2 തുള്ളി ലൈറ്റായിട്ട് മതി. ഇനി നമ്മളത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അലോവേര ജെല്ല് റെഡി ആയിട്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. ഒരു മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ജെല്ല്. കണ്ട
അല്ല കട്ട് നന്നായി ഇളക്കണം കേട്ടോ, എന്നാലേ ഇതിങ്ങനെ ഫോമായി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ല കട്ട് നമ്മളിപ്പോൾ ഇത് മുട്ടണമെന്നില്ല ഗ്ലാസ് വേണ്ട വേണ്ട കറക്റ്റായിട്ട് വീണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോ. ചെപ്പിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കി കേട്ടോ. ഇതിൽ നമ്മൾ വേറെ കെമിക്കലുകളൊന്നും ചേർത്തല്ലേ. കെമിക്കലുകൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷം 2 വർഷമൊക്കെ ഇത് പുറത്ത് വയ്ക്കാം, എന്നാലും കംപ്ലൈൻറ്റുകളും ഇല്ല. ഇതിപ്പോൾ നമ്മൾ പുറത്തൊന്നും വയ്ക്കുന്നില്ല, ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ. നല്ല അടിപൊളി നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല്. ഇതപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. 300 ഗ്രാമിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ കേട്ടോ, മറക്കരുത്. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് അലോവേര ജെല്ല് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സോപ്പിൻ്റെ ബേസ് അതേപോലെ അലോവേര ജെല്ല് ഉണ്ടാക്കുന്ന സാധനങ്ങളില്ലേ, പിന്നെ അത് വേണമെങ്കിൽ അത് തരാം. കളറുകൾ, അതായത് അലോവേര ബേസ്, കളറ്, ഫ്രാഗ്രൻസ്, മോൾഡ് എല്ലാം നിങ്ങൾക്ക് ഞാൻ തരാം കേട്ടോ. അത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് മേടിച്ചോ. എൻ്റെ ഇത് മേടിക്കുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് വില കുറവിന് കിട്ടാന്ന് വെച്ചാൽ അവിടെ നിന്ന് മേടിച്ചോ. ഓക്കെ, നല്ല ബേസ് മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഈ സോപ്പ് സാധനങ്ങളൊക്കെ വീട്ടമ്മമാർക്കും പിന്നെ നമ്മുടെ വീട്ടിൽ ജോലിയുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ചെറിയൊരു സംരംഭം, അതായത് ചെറുതായിട്ട് നമുക്ക് കൊടുത്ത് നമുക്ക് ഒരുവിധം ഡെവലപ്പാക്കി എടുക്കാം. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നടക്കാവുന്ന ഒരു പരിപാടിയുള്ളൂ. എല്ലാവർക്കും സമയം കിട്ടും. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി ദിവസം. അപ്പോൾ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.